28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 14ാമത്തെ ദിവസമാണ് ഇത്. അപ്പോ നിങ്ങൾ ജീവിതത്തിൽ എന്ത് പ്രോബ്ലം അനുഭവിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പക്ഷെ എന്ത് പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അത് റിസോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നറിയില്ല, ആരെ ചോദിക്കണം എന്നറിയില്ല എന്ന അവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ് ഞാൻ തരുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ് ഉള്ള സൊല്യൂഷനിലേക്കുള്ള ഒരു ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാണ്. 28 ദിവസം കമ്മിറ്റ്മെന്റോടുകൂടി നിങ്ങൾ എൻ്റെ കൂടി ഈ ജേണിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് എണീറ്റ് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. 28 ദിവസത്തെ ഒരു മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലാണ് നമ്മളുള്ളത്. അതിന്റെ 14ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി 13 ദിവസമായിട്ട് കമ്മിറ്റ്മെന്റോട് കൂടെ നമ്മുടെ ഈ ചലഞ്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കമിങ് ചെയ്യാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ഞാൻ മഞ്ജു സന്തോഷ്, സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ഡിസൈഡ്സും ഒക്കെ നിങ്ങളുടെ മൈൻഡിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പൊ ഡേ 14 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് രാവിലെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുന്ന ആ ഒരു ഡേ രാവിലെ എണീറ്റിട്ട് ആ ഒരു ഫുൾ ഡേ, അന്നത്തെ ആ ഒരു ഫുൾ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അതായത് ഇപ്പോ രാവിലെ എണീക്കുന്നു, ആ ഒരു മോർണിംഗ് ടു ഈവനിങ് സമയം വരെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ ഒരു ഡേ നല്ല രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട്. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്ഥലത്ത് നല്ല രീതിയിൽ കൊളീഗ്സ് ആയിട്ട്, നിങ്ങളുടെ ബോസ് ആയിട്ടൊക്കെ ഉണ്ടായി, നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ ഇന്ന് കസ്റ്റമേഴ്സ് വന്നു നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നല്ല നല്ല പ്രോഫിറ്റ് ആയിട്ട് ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ സ്റ്റുഡൻസ് ആണെങ്കിലും നല്ലോണം ചെയ്യാൻ പറ്റി, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു ഫുൾ ഡേ ഫ്രം മോർണിംഗ് ടു നൈറ്റ് സമയം വരെ നിങ്ങൾ അതിങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്നത്തെ ഡേ ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഇന്നലത്തെ ചാനൽ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കാണ് ചെയ്തത്. ഓക്കെ, അതെന്താണെന്ന് അറിയുന്നവർക്ക് ചലഞ്ച് പോയി കാണാം കേട്ടോ, കാണാത്തവർക്ക് വേണ്ടി. ഇന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഡേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുന്നേ ഒരു കാര്യത്തിലോ ഒരു സമയത്തിലൊക്കെ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും ഈ ഒരു വലിയ പ്രാക്ടീസിനെ കാണിക്കും. നിങ്ങളുടെ കുഞ്ഞു തൊട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഗോൾസിലേക്ക് വരെ ഇത് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഒരു ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, ഇങ്ങനെയാണ് എൻ്റെ ദിവസം പോകുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഡേ പോയതായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യും. ഈവൻ അതൊരു മോസ്റ്റ് ദിവസം ആയിരുന്നിട്ടുണ്ടാവും, ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ദിവസമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ ടെക്നിക്കാണ് നിങ്ങൾ ഇന്ന് 14th ഡേയില് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ചെയ്യുക, എന്നിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ ഇങ്ങനെ എന്റെ ദിവസങ്ങൾ ഇങ്ങനെ പോയി, എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സാഹചര്യങ്ങളും ആൾക്കാരും ഒരു ഡേ എനിക്ക് തന്നതിന് യൂണിവേഴ്സിന് വളരെയധികം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ഇന്ന് ചെയ്യുന്നത്. ഡേ 14 നിങ്ങൾ ചെയ്യേണ്ട ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് കൂടാതെ നമ്മൾ 2 കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഡേ 1 ടു 28 ഡേ വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അന്നത്തെ ഡേയിലുള്ള 10 കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യണം, അത് എഴുതണം. എന്നിട്ട് നിങ്ങൾ ചെവിക്ക് ഉറക്കെ വായിച്ചിട്ട് താങ്ക് യു പറയണം. ഇനി രാത്രി എന്താണ്? നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ നമ്മുടെ ഒരു സാധനമുണ്ട് നമുക്കൊക്കെ, അല്ലെ? മാജിക് റോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയാത്തവർക്ക് ഡേ 2 നമ്മൾ ഈ മാജിക് റോക്കിനെ പറ്റി, ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ചലഞ്ച് ചെയ്യാത്തവർക്ക് അത് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഫ്രം മോർണിംഗ് ടു ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ ഇതിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഓർത്തെടുത്തിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് പോയി അത് ഫീൽ ചെയ്തിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. ആൻഡ് നമ്മള്
എപ്പോഴും മേ ബി നമ്മൾ ചില സമയം രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എണീക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മൂഡ് വളരെ മോശമായിരിക്കും അല്ലേ? ഒന്നും ചെയ്യാൻ തോന്നില്ല, മടിയുണ്ടാവും, ദേഷ്യം, വെറുപ്പും, എന്തൊക്കെയോ ഒരു എനിക്കറിയില്ല എന്താ പറ്റുന്നത്, ഹെൽപ്ലെസ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ? എന്താന്ന് പറഞ്ഞാണല്ലോ, ലാസ്റ്റ് ഡേ നമ്മൾ വളരെ മോശം തോട്ട്സ് ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബോഡിയൊക്കെ ഇങ്ങനെ റെസ്റ്റിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിന്തകളും തോട്ട്സും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിട്ടുള്ളത് കൊടുക്കുക. ബിക്കോസ് അത് നിങ്ങൾ നെക്സ്റ്റ് ഏരിയയിൽ വലിയ ഇമ്പാക്ട് നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞ നമ്മുടെ ഈ 28 days മാജിക് പ്രാക്ടീസ് ഞാൻ പറഞ്ഞു, ഇത് ഈ ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും 2 ദിവസം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞു തൊട്ട് വലിയ കാര്യങ്ങളും ചില മിറാക്കിൾസ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ടാകും. ഇത് കൂടാതെ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് നിങ്ങളിൽ ഒരു എഫക്ട് തരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളില് വർഷങ്ങളായിട്ട് ഉള്ള പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായി അഴുക്കുകൾ നിങ്ങളുടെ മനസ്സിൽ, ശരീരത്തിലായിക്കൊണ്ട് നമുക്ക് കുളിച്ചു കളയാൻ പറ്റും അല്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണിച്ച് നമ്മൾ അതിന് മരുന്ന് പിടിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെ നീക്കം ചെയ്യും? അതിന് നമുക്ക് ഹീലിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്ത് കളയാൻ പറ്റണം. അത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് അത് പല ബ്ലോക്കുകളായിട്ട് പൈസയിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, റിലേഷൻഷിപ്സിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഇങ്ങനെ വീണ്ടും വീണ്ടും അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത്. അത് നമ്മൾ കളയണം, കളയന്നെ വേണം. അപ്പൊ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മൾ എൻ്റെ ഒരു ലെവൽ 1 കോഴ്സ് ഉണ്ട്. ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 days നമ്മൾ ക്ലാസ്സും 15 days മെഡിറ്റേഷൻ ആണ് വരുന്നത്. മെഡിറ്റേഷനും അത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളൊക്കെ വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഇന്നർ സെൽഫിനുള്ള ഹീലിങ്ങും റിലേഷൻഷിപ്പ് ഹീലിങ്ങും സെൽഫ് ഹീലിംഗും തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ബിക്കോസ് ഇതെല്ലാവരും ഈ ലെവൽ 1 കടന്നു പോകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പൈമെന്റ് തന്നിട്ട് വെറുതെ വന്നുള്ളവരല്ല. ബിക്കോസ് അതിനു വേണ്ടി ഒരു ദിവസത്തിൽ 10-15 ദിവസമെങ്കിലും നിങ്ങൾ 10-15 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളവർ മാത്രം ഒരു ലെവൽ 1 വരിക. ബിക്കോസ് അതൊരു ജേർണിയാണ്, ഒരു മാജിക്കൽ ജേർണിയാണ്. ബിക്കോസ് ആ ഒരു ലെവൽ 1 കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളൊരു പ്രോപ്പർ റിയലൈസേഷനിലേക്ക് നിങ്ങൾക്ക് വരും. ബിക്കോസ് നമ്മുടെ ഉള്ളില് അത്രയും അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് നമ്മൾ ക്ലെൻസ് ചെയ്യാനോ പുറത്ത് കിടക്കാനോ ശ്രമിക്കുന്നില്ല. നമ്മൾ വീണ്ടും ആ ഒരു പാറ്റേണിലേക്ക് നിൽക്കുവാണ്. അപ്പം നിങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും 2 ദിക്കിലാണ് കിടക്കുന്നത്. അതുമായിട്ട് ഒരു അലൈൻമെന്റിൽ വരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഒരു അലൈൻമെന്റ് ബ്ലൂ പ്രിന്റ്, അലൈൻമെന്റ് മാസ്റ്ററി ആണ് ഈ ഒരു ലെവൽ 1 കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ 14 days ചലഞ്ച് ഇതാണ്. ഒരു മാജിക് ഡേ പ്രാക്ടീസ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും, എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങളുടെ എന്തെങ്കിലും ഒരു കമന്റ്, നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യാൻ റെഡി ആണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഡിക്ലെയർ ചെയ്യാണ് ഞാൻ ഇത് ഈ ഒരു ജേർണിയിലുണ്ട്, ഞാൻ റെഡിയാണ് ഫ്രം ഇന്റൻഷൻ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്നു എന്നുള്ളത് ഒരു കമന്റ് ആയിട്ട് അടിയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ എന്തെങ്കിലും ആകാം. ബിക്കോസ് അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടു പോകുക എന്നുള്ളതല്ല, അതൊരു ലേണിംഗ് ആണ്, അതൊരു പ്രാക്ടീസ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾ എന്തെങ്കിലും എടുക്കുന്നു എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടിയാണ് ഇതിലുള്ള കമന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ എൻ്റെ വാട്സ്ആപ്പ് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് എല്ലാ ട്യൂസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് 2 മണിക്ക് ഫ്രീ ലോ ഓഫ് ആക്ഷന്റെ മാനിഫെസ്റ്റേഷന്റെ ഫ്രീ ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. എനിക്ക് ഡയറക്റ്റ്ലി എന്നോട് കോൺടാക്ട് ചെയ്യണം, എന്നോട് സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. കൂടാതെ ഡെയിലി ടാസ്കുകളും ഒത്തിരി കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം. ഇത്രയും നേരം എന്നെ കണ്ടതിന് കേട്ടതിന് ഞാൻ പറയുന്ന ഒക്കെ എടുത്ത് നിങ്ങളുടെ ലൈഫിലൊക്കെ എല്ലാവരുടെ ലൈഫിലും എന്തൊക്കെ നിങ്ങൾ നേടണോ അതെല്ലാം സാഹചര്യങ്ങളായിട്ടും വ്യക്തികളായിട്ടും സമ്പത്തായിട്ടും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരിലേക്കും വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ അതിഗംഭീരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.